അങ്ങനെ നമ്മൾ പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ പോവുകയാണ്. ആദ്യഘട്ടം മറ്റന്നാൾ നടക്കുന്നതായിരിക്കും. ഇന്നാണ് കൊട്ടിക്കലാശം. പ്രചരണ രീതികളൊക്കെ ഓരോന്നും നമ്മൾ കണ്ടതാണ്. അത്രത്തോളം ആവേശത്തിൽ കൂടിയാണ്, ആത്മവിശ്വാസത്തിലാണ് ഓരോ മുന്നണികളും നിൽക്കുന്നത്. നിയമസഭ വരുന്നതിന് തൊട്ട് മുൻപായിട്ട് എന്താകും രാഷ്ട്രീയ സാഹചര്യം എന്ന് വിലയിരുത്താനുള്ള ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കൂടി പോവുകയാണ്. എങ്ങനെയുണ്ടോ ഓരോയിടത്തെയും കാര്യങ്ങൾ? പൂജ, ഗുഡ് മോർണിംഗ്. ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഡ്രസ് റിഹേഴ്സൽ തന്നെയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ ഒരു സംശയവും ആർക്കുമില്ല. അപ്പോൾ അതിന്റെ വീറും വാശിയും എല്ലാം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ കാലഘട്ടത്തിൽ കണ്ടു. കൃത്യം ഒരു മാസം മാത്രമാണ് ആദ്യഘട്ട പ്രചാരണത്തിന് കിട്ടിയത്. രണ്ടാം ഘട്ട പ്രചാരണത്തിന് 2 ദിവസം കൂടി കിട്ടുന്നു. അപ്പോൾ ഒരു മാസത്തെ ഒരു പ്രചാരണ കാലഘട്ടം അവസാനിച്ച് ഇന്ന് ഇപ്പോൾ പരസ്യ പ്രചാരണത്തിന് സമാപനം കുറിച്ചുകൊണ്ടുള്ള കൊട്ടിക്കലാശം നടക്കും. 7 ജില്ലകളിൽ 1,20,00,000 വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ മത്സര രംഗത്തുള്ളത് 36,630 സ്ഥാനാർത്ഥികളാണ്. അപ്പോൾ ഈ 3 മുന്നണികളും മത്സരിക്കുന്നു. പലയിടത്തും ത്രികോണ മത്സരം നടക്കുന്നു. പ്രത്യേകിച്ചും തിരുവനന്തപുരത്ത് വാശിയേറിയ ത്രികോണ മത്സരം തന്നെയാണ്. കാരണം കഴിഞ്ഞ 2 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായി UDFും ഇത്തവണ ശക്തമായ മത്സരത്തിന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇറങ്ങിയതോടെ തന്നെ വാശിയേറിയ പോരാട്ടം തിരുവനന്തപുരം നഗരസഭയിൽ നടക്കുന്നു. അപ്പോൾ കേവല ഭൂരിപക്ഷത്തേക്ക് ആർക്ക് എത്താൻ സാധിക്കും എന്നടക്കമുള്ള ചർച്ചകളെല്ലാം നടക്കുന്നു. എന്തായാലും വലിയ വീറും വാശിയും. കാരണം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കഘട്ടത്തിൽ നോക്കിയാൽ ശബരിമല മുഖ്യ പ്രചാരണ വിഷയമായി. അവസാന 8 ദിവസമാകുമ്പോൾ കോൺഗ്രസ് പൂർണ്ണമായും രാഹുൽ മാങ്കൂട്ടുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മറുപടി പറയേണ്ട അവസ്ഥയായി. രാഹുലിനെ പുറത്താക്കിയതോടെ തന്നെ വീണ്ടും ശബരിമല അടക്കമുള്ള വിഷയങ്ങൾ സജീവ ചർച്ചയാക്കി. BJPക്കെതിരെ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട ആത്മഹത്യ, ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം തന്നെ സജീവ ചർച്ചയാണ് തിരുവനന്തപുരത്ത്. അപ്പോൾ ഏറ്റവും പ്രധാനം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്നത് LDFിൻ്റെ ഒരു മേൽക്കൈയുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ ഇത്രയധികം വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഈ തെരഞ്ഞെടുപ്പിൽ LDFിന് തിരിച്ചടി ഉണ്ടാകുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയാനിരിക്കുന്ന കാര്യം. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ദിശാസൂചകമാകുമോ ഈ തെരഞ്ഞെടുപ്പ് എന്നതെല്ലാം തന്നെ നമുക്ക് അറിയാനിരിക്കുകയാണ്. ഏതായാലും ഇന്നിപ്പോൾ പ്രധാനമായ കൊട്ടിക്കലാശം തിരുവനന്തപുരത്ത് നടക്കുന്നത് പേരൂർക്കട ജംഗ്ഷനിൽ തന്നെയാണ്. വാശിയേറിയ കൊട്ടിക്കലാശം തന്നെയായിരിക്കും. ഈ 7 ജില്ലകളിലും പരമ്പരാഗത രീതിയിൽ എവിടെയെല്ലാമാണോ കൊട്ടിക്കലാശം നടക്കുന്നത് അവിടെ തന്നെയാണ്. പക്ഷേ വ്യത്യാസമുള്ളത് ഇടുക്കിയിൽ മാത്രം ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്നലെ തന്നെ UDFും LDFും NDAയും കൊട്ടിക്കലാശം നടത്തിയിരുന്നു. കാരണം അവധി ദിവസമായതുകൊണ്ട് തന്നെ, കടയടപ്പൊക്കെ ആയതുകൊണ്ട് തന്നെ ഇന്നലെയാണ് കൊട്ടിക്കലാശം നടന്നത്. പക്ഷേ പരസ്യ പ്രചാരണത്തിന് പകൽ മുഴുവൻ ഇന്ന് ഉപയോഗിക്കാൻ തന്നെയാണ്. ഞാൻ ഈ നിൽക്കുന്ന തിരുവനന്തപുരത്തെ ശാസ്തമംഗലം വാർഡിൽ BJP മേയർ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്ന ശ്രീലേഖ IPS മത്സരിക്കുന്ന വാർഡാണ്. വാശിയേറിയ മത്സരം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. തിരുവനന്തപുരത്ത് ഉൾപ്പെടെ വാശിയേറിയ പോരാട്ടമായിരിക്കും ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല.